വാർഡ് 17 പ്ലാസ്റ്റിക് എടുത്തപ്പം ഒരു ജോഡി കമ്മൽ പ്ലാസ്റ്റിക്കിനകത്തുനിന്ന് കിട്ടിയതാണ്. ആ വീട്ടുകാരറിഞ്ഞില്ല. ഞങ്ങൾ കവറ് തട്ടിയിട്ട് നുള്ളി പറക്കിയ സമയത്ത് അതിൽ നിന്ന് കിട്ടിയതാണ്. ആ വീട്ടിലെ കൊച്ചിനെ ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുക കേട്ടോ. 17-ാം വാർഡിൽ നിന്ന്. എന്തുവായാലും സന്തോഷമായി. നമ്മളെ അഭിമാനമാണ്. ഹരിതകർമ്മ സേനയുടെ അഭിമാനമാണ് നിങ്ങൾ. ചക്കര ഉമ്മ. എടി മോളെ, നിങ്ങളെ മാലിന്യത്തിലെ മരതകമാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ മാലിന്യത്തിലെ മാണിക്യം എന്നൊക്കെ പറയുന്നത്. ഉമ്മന്നൂർ പഞ്ചായത്തിലെ ചെപ്ര വടവോട് എന്ന വാർഡിൽ ഇന്ന് ഈ കാണുന്ന 2 ഹരിതകർമ്മ സേനാംഗങ്ങൾ ബിന്ദു, രമ്യ എന്നിവർ ഒരു വീട്ടിലെത്തി. ആ വീട്ടിൽ നിന്നും മാലിന്യം നിറച്ചു വച്ചിരിക്കുന്ന കൂട എടുത്ത് ഇവർ കൊണ്ടുവരുന്ന ബാഗിലേക്ക് മാറ്റുന്നു. ഇതിനിടയിലാണ് മാലിന്യത്തിനുള്ളിൽ നിന്നും ഒരു കമ്മൽ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇവർ കൂടുതൽ പരിശോധന നടത്തി മറ്റൊരു കമ്മലൂടെ കണ്ടെത്തുന്നു. ഈ 2 കമ്മലുകളും വേണമെങ്കിൽ ഇവർക്ക് എടുത്തു മാറ്റായിരുന്നു, കാരണം ഇത് വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ മാലിന്യം പെറുക്കി ചവറുപെറുക്കികൾ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നതിനിടയിലും ഓർമ്മയ്ക്ക് തിരികെ കൊടുക്കണമെന്ന ആ നല്ല മനസ്സാണ് തോന്നിയത്. ആ നല്ല മനസ്സിൻ്റെ ഉടമകളായ രമ്യയും ബിന്ദുവുമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് ഉണ്ടായതെന്ന് അവർ തന്നെ നമ്മളോട് വ്യക്തമാക്കും. ഞങ്ങൾ ഒരു വീട്ടിൽ പ്ലാസ്റ്റിക് എടുക്കാൻ കയറിയതായിരുന്നു. പ്ലാസ്റ്റിക് എടുക്കാനപ്പോൾ ഒരു 1.5 ചാക്ക് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ മാസത്തെ പ്ലാസ്റ്റിക് കൂടെ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് തരുന്ന പ്ലാസ്റ്റിക് നമ്മൾ മൊത്തം തട്ടിയിട്ട് നുള്ളി പറക്കി നോക്കുക. അവർ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ, നമുക്ക് വേണ്ടാത്ത സാധനങ്ങളും ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ നമ്മൾ നോക്കും. അങ്ങനെ എടുത്ത വഴിക്ക് ഓരോന്നും എടുത്ത വഴിക്ക് ഒരു ഷിമ്മി കവറിനകത്ത് ഒത്തിരി കൊച്ചുങ്ങടെ മുത്തുമാലകൾ, സ്ലൈഡുകൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്ന് പറക്കിയിട്ട് ലാസ്റ്റ് വന്നപ്പം ഒരു പൗഡർ പോലൊരു പൊടിഞ്ഞ് എന്തോ ഒരു പൗഡറിൻ്റെ പൊടിയാണ്. അതൊരു റോസ് കളറായിരുന്നു. അതിങ്ങനെ ഞാൻ തട്ടിയിട്ടപ്പോൾ ഏതാണ്ട് ഇങ്ങനെ കയ്യിലെടുത്തപ്പോൾ ഏതാണ്ട് തിളക്കം പോലെ കണ്ടു. അങ്ങനെ ഞാൻ അതിൻ്റെ ആണിഭാഗം എടുത്ത്, കമ്മലാണെന്ന് മനസ്സിലായി, അതിൻ്റെ ആണിഭാഗം ഒന്ന് കൈ വെച്ച് തുടച്ച് നോക്കിയപ്പോൾ അത് സ്വർണ്ണമായിട്ട് സ്വർണ്ണത്തിൻ്റെ മുദ്ര കണ്ട്. അങ്ങനെ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇതാണ്ട് ഇത് സ്വർണ്ണക്കമ്മലാണ് എന്ന് പറഞ്ഞ് ചേച്ചിയുടെ കൊടുത്തു. പക്ഷേ അങ്ങനൊരു സംഭവം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞത് പോലും ഇല്ല. ഇങ്ങനത്തെ സംഭവം കമ്മൽ ഇത് ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ചേച്ചി ഇതാണ്ടേ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നാൽ ചേച്ചി അതെടുത്ത് പറഞ്ഞ് അന്നേരം അതിൻ്റെ ഇളയ കൊച്ചിൻ്റെ ആയിരുന്നു. ആ കൊച്ചിനെ വിളിച്ചെടി ഇതാണ്ടേ നിൻ്റെ ഒരു കമ്മൽ, നീ ഇത് ഒന്നിനി എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പം പറഞ്ഞ് ആ കൊച്ചു അനങ്ങാതെ നിൽക്കുക. കൊച്ചിനും അന്നേരമാണ് മനസ്സിലായത്. അന്നേരം ആ കൊച്ചു പറഞ്ഞ് അമ്മ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇനി ഒരെണ്ണം എന്തി അവിടെ അങ്ങനെ നോക്കണം എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഒന്നുകൂടെ ഞാൻ നോക്കിയപ്പോൾ അതിലൊരെണ്ണം കൂടെ കിടക്കുന്നത്. അന്നേരം ദാണ്ടേ ചേച്ചി 2 കമ്മൽ താണ്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഇത് ഞാൻ അന്നേരം ഞാൻ വീഡിയോ പിടിച്ചപ്പോൾ പറഞ്ഞു വീഡിയോ ഒന്നും പിടിക്കില്ല. ഞാൻ പറഞ്ഞു അല്ല, ഞങ്ങൾക്ക് ഇത് വീഡിയോ പിടിച്ചേ പറ്റൂ. കാര്യം ഹരിതകർമ്മയെന്ന് പറയുന്നത് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ പല രീതിക്കാണ് ഞങ്ങളെ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഇട്ടേ വിട്ട് ഞങ്ങളുടെ വാർഡ് മെമ്പറിനെ ഇത് കാണിച്ചേ പറ്റൂ. ഞങ്ങളുടെ വാർഡ് മെമ്പറാണ് ഞങ്ങൾക്ക് എല്ലാം മാതൃകയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വാർഡ് മെമ്പറിന് ഇതിട്ട് കൊടുത്തേ പറ്റുമെന്ന്. പിന്നെ അവർ അന്നേരമാണ് ഈ സംഭവം ഇങ്ങനെ കയ്യിൽ നിന്ന് പോയതാണെന്നും അറിയുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ അതുപോലെ എടുത്ത് ചാക്കി തട്ടിയിട്ടായിരുന്നെങ്കിൽ അവരും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഈ ഗ്രൂപ്പ് IRDC ഞങ്ങളും അറിയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് സാധനം എടുത്തുകൊണ്ട് ഞങ്ങൾ MCP തരംതിരിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ചാക്ക് ആരുടെ കയ്യിലൊക്കെയാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ഇപ്പം ചിലപ്പോൾ നമ്മളിതെല്ലാം കൂടെ പിന്നെ നുള്ളി പറക്കി പൊടി ഐറ്റങ്ങളെല്ലാം കൂടെ ഒന്നും അറിയത്തില്ല, യാതൊരു തെളിവുമില്ല. നല്ല രീതിയിലായിപ്പോൾ. പക്ഷേ ഇത് അന്നേരം തന്നെ അവരെ കൊടുത്തു, അവരുടെ ആണെന്നും പറഞ്ഞു. അവിടെ നിന്ന് എടുത്ത സാധനം ആയതുകൊണ്ട് നമുക്കത് ഉറപ്പായി ആ വീട്ടിലാണ്. അന്നേരം തന്നെ ഈ മുള ഇത് ഞാൻ അറിഞ്ഞതേ ഇല്ല. 2 മാസത്തെ കഴിഞ്ഞ മാസം അവിടെ ആളില്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. ഈ മാസം ഞങ്ങൾ DL ഇറങ്ങിയതാണ്. ഞങ്ങൾ 2 പേരും ഈ വാർഡിലെ ഹരിതകർമ്മ. അപ്പം ഞങ്ങൾ 2 പേരോടാണ് ഇന്ന് ഇറങ്ങിയത്. പക്ഷേ കഴിഞ്ഞ മാസവും അവിടെ ഈ മാസം 10-ാം തീയതി അവിടെ ഇറങ്ങിയതാണ്. അന്ന് ആ വീട്ടിൽ ആളില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇത് കറക്റ്റായിട്ട് ഞങ്ങൾ ഓരോന്നും നുള്ളി പറക്കി നോക്കി. ഞങ്ങൾ മിക്ക വീടുകളിലും ചെല്ലുമ്പോൾ നമ്മൾ നോക്കും, നോക്കിയെടുക്കും. ഇങ്ങനെ ഓരോന്ന് നമ്മൾ കേൾക്കുന്ന അവർ കക്കാൻ വന്നതാണ്, മോട്ടിക്കാൻ വന്നതാണ്, അങ്ങനെയൊക്കെ പേരുകൾ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷ കാര്യം, ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഞങ്ങളെ എല്ലാവരും വിളിക്കുക. ഞങ്ങളുടെ മെമ്പറിനത് ഭയങ്കര സന്തോഷമായി, കരയുമായിരുന്നു. എടി മോളെ പക്ഷേ ഞങ്ങൾ മെമ്പർ വന്നിട്ടേ ഞങ്ങൾ കൊടുക്കുന്നോളെന്ന് പറയുമ്പോൾ മോളെ എനിക്ക് ഒട്ടും വയ്യ, മെമ്പറിന് തീരെ വയ്യാതെ 2 ആഴ്ച കൊണ്ട് മെമ്പർ ഹോസ്പിറ്റലിലായിരുന്നു. നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ലൊരു മാതൃകാപരമായ പ്രവർത്തനം. നിങ്ങളിലൂടെ ഞാൻ അഭിമാനം കൊള്ളു എൻ്റെ വാർഡിൽ. കാരണം ഞാൻ അത് കേട്ട ഉടനെ ഒരുപാട് അനുഭവങ്ങളിൽ നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞ സമയത്തും ഞാൻ അപ്പോഴും പറഞ്ഞ എന്താ കാലം തെളിയിക്കുമെന്ന്. നിങ്ങളിപ്പോൾ കാണിച്ച ഒരു മാതൃകാ പ്രവർത്തനം നാടിനും നമ്മുടെ സമൂഹത്തിനും
എല്ലാവർക്കും ഒരു മാതൃകാ പ്രവർത്തനമാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. അതിൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നു രണ്ടുപേരുടെ കാര്യത്തിൽ. കാരണം സോഷ്യം ഇറങ്ങുന്ന സമയത്തും നമുക്ക് ഇത് നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിരുന്നേ. കഴിഞ്ഞ മാസം ഇത് എടുക്കാൻ പറ്റാതെ നിങ്ങൾ തിരിച്ചു പോയി. ഈ മാസം നിങ്ങൾക്കായിട്ട് ഈ ഒരു അവസരം കരുതി വെച്ചിരുന്നതാണ്. കാരണം നിങ്ങളുടെ ആ ഒരു സത്യസന്ധത, നിങ്ങൾക്ക് പല ഭാഗത്തു നിന്നും ഉണ്ടായ വിഷമങ്ങൾ, അതിലൂടെ നിങ്ങൾ ഇന്ന് രണ്ടുപേരും നമ്മുടെ നാടിന് മാതൃകയായി മാറിയിരിക്കുന്നതിൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു. നമ്മുടെ നാട്ടുകാരും അഭിമാനം കൊള്ളുന്നു. തുടങ്ങിയിടം ആദ്യ ഫസ്റ്റ് കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കൂടെ വേറെ 5-ാം വാർഡിലൊരു സഹപ്രവർത്തകയാണ് കൂടെ വന്നത്. ഞാനും അവളുമായിട്ട് പോയി വീട്ടിൽ നിന്ന് ഞാൻ പ്ലാസ്റ്റിക് എടുക്കുമായിരുന്നു. കൂടെ വന്ന ആൾ ബില്ല് എഴുതുകയായിരുന്നു. പിന്നെ സ്കാൻ ചെയ്തിട്ട് ഫോൺ എടുത്ത് ഒരു ജനലിൻ്റെ അവിടെ സൈഡിൽ വെച്ചു. അതിന് ശേഷം പിന്നെ പൈസയൊക്കെ വാങ്ങിയിട്ട് അവൾ മുന്നോട്ടങ്ങ് നടന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു മൊബൈൽ ഇരിക്കുന്നു. അത് സ്കാൻ ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാരി അവിടെ വെച്ചതാണ്. അപ്പോൾ മറ്റേ വീട്ടിലെ അച്ഛൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. അപ്പോൾ തെറ്റിദ്ധാരണയുടെ മേളിലാണ് ഞാൻ ആ ഫോൺ എടുക്കുകയുണ്ടായത്. അപ്പോൾ ഞാൻ ചോദിച്ചെടി നിൻ്റെ ഫോണാണെന്ന് കരുതി, ഇത് പിന്നെ ആരുടെ ഫോണാണ്? അപ്പോഴേക്കും ആ വീട്ടിൽ നിന്ന് ആൾ എൻ്റെ പുറകെ ഓടി വരികയും അവിടുത്തെ അച്ഛൻ എന്നെ അടിക്കാനായിട്ട് ഓടി വരുമായിരുന്നു. ഫോൺ എടുത്തോണ്ട് എൻ്റെ വീട്ടിൽ ഇരുന്ന് ഫോൺ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ ഓടി വന്നു. അപ്പോഴേക്കും എനിക്ക് അത്ര ധൈര്യമൊന്നുമില്ല. ഞാനിച്ചി മുന്നോട്ട് അയാൾ വന്നതിനെങ്കിലും കുറച്ച് സ്പീഡ് കുറച്ചായാലും ഞാൻ മുന്നോട്ട് അങ്ങ് ഓടി മാറി. ഇന്ന് കിട്ടിയപ്പോൾ സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ എല്ലാവരെയും എന്തു പറയുന്നത്, എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. മധുരപ്രതികാരം കൂടിയാണോന്ന് വെച്ചാൽ മധുരപ്രതികാരം എല്ലാം എനിക്ക് ഏറ്റവും ഒരു മനോവിഷമം ഒഴിഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവമായിട്ട് ഞങ്ങൾ ഈ വാർഡിൽ തന്നെ ഇവിടെ തന്നെ ഞങ്ങൾക്ക് അനുഭവം കിട്ടിയത്. ആ ഭാഗത്ത് തന്നെ, ആ ചുറ്റുവട്ടത്ത് തന്നെ. അപ്പോൾ ഇതുപോലെ ഇന്നത്തെ ദിവസം ഈ വാതിൽപ്പടി ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് വാർഡിൽ കളക്ഷന് പോയേക്കുമായിരുന്നു നമ്മുടെ രമ്യ ചേച്ചിയും ബിന്ദു ചേച്ചിയും. അപ്പോൾ ഇവർ ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയമാണ് വിളിക്കുന്നത്. ഇതുപോലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നിലയിൽ വിളിച്ച് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മളത് വീഡിയോ അടക്കം അതിൻ്റെ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഇതുപോലെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ രണ്ടുപേരും നിലവിൽ ചെയ്തിട്ടുള്ളത്. അത് അവരെത്ര അഭിനന്ദിച്ചാലും അതിന് ഒരു മതിയാവത്തില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട് ഇപ്പം നിലവിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വീടുകളിലേക്ക് വാതിൽപ്പടി ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്ന ആളുകളാണ് അവർ. അപ്പോൾ തീർച്ചയായും അവർ ഈ സമൂഹത്തിന് ഒരു മാതൃകയാണ്. അവരെടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. കാരണം നമ്മളെല്ലാവരും വലിയ നിലയിൽ ഈ ചവറുവർക്കികൾ അങ്ങനെ ഉൾപ്പെടെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ നിലയിൽ നിന്നും അവർക്കുണ്ടായിട്ടുള്ളൊരു മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു അഭിനന്ദനം ഇതിനേക്കാളും വലുതാണ്. അപ്പോൾ ഇവരെല്ലാം തീർച്ചയായും മാതൃകയാകുകയാണ്. നമ്മുടെ സമൂഹത്തിന് ഉയർത്തിപ്പിടിക്കാവുന്ന തരത്തിലേക്ക്, നമുക്കെല്ലാം മാതൃകയാക്കാവുന്ന തരത്തിലേക്ക് ഒരു മാതൃകയായി മാറുകയാണ്. അതിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ചേച്ചിമാരാണ് വാതിൽപ്പടി ശേഖരണത്തിൻ്റെ ഭാഗമായി പോയപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്ന് നമുക്കും പറയാൻ ഒരു അഭിമാനമുള്ള ഒരു കാര്യമാണ്. വീടുകളിൽ നമ്മൾ കുറേയൊക്കെ നമ്മൾ അപമാനമൊക്കെ സഹിച്ചതാണ്. എന്തുമായാലും നിങ്ങൾ നമ്മളെ ഹരിതകർമ്മസേനയുടെ മാണിക്യമാണ്. രണ്ടുപേരും മെമ്പർ നാടിൻ്റെ അഭിമാനം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. രണ്ടുപേരും ഈ നാടിനും എൻ്റെ വാർഡിനും അഭിമാനമായി രണ്ടുപേരും എന്നോടൊപ്പം നിൽക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അതുപോലെ മാണിക്യമാണ് നിങ്ങൾ, എൻ്റെ വാർഡിലെ മുത്തുകളാണ്.